BCCI എന്തായാലും ഒഫീഷ്യലായിട്ട് അറിയിച്ചു. ഒരാഴ്ചത്തേക്ക് എന്തായാലും തുടർന്നുള്ള മത്സരങ്ങൾ എല്ലാം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത എന്തായാലും ഇന്ന് പുറത്തു വന്നു. നമുക്കറിയാം ഇന്നലെ പഞ്ചാബിൻ്റെയും ഡൽഹിയുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഫ്ലഡ് ലൈറ്റിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു പ്ലേയേഴ്സിനെ ആയാലും കാണികളെ ആയാലും സേഫായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നത്. അതിൽ ഞാൻ BCCI ആയാലും മാനേജ്മെൻറ്റിനെ ആയാലും അഭിനന്ദിക്കുന്നു. അവരാ കാര്യത്തെ നിയന്ത്രിച്ച രീതി, ഇടപെട്ട രീതി നോക്കുമ്പോൾ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനോഹരമായിട്ട് ആ സിറ്റുവേഷനെ അവർ ഹാൻഡിൽ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് എന്താണെന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ആരുടെയും കറക്റ്റായ ഒരു ഉത്തരമില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോൾ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ കൂടി പോസ്റ്റ്പോൺ ചെയ്തേക്കാം. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കളി നടക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കളി മാറ്റാൻ ചാൻസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയും ദുബായൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ PSL ദുബായിലേക്ക് മാറ്റുമെന്നുള്ളൊരു വാർത്ത വരുന്നു. പാകിസ്ഥാൻ്റെ PSL ദുബായിലേക്ക് മാറ്റുമെന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു. എന്നാൽ BCCI ഈ മത്സരം ഉപേക്ഷിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെയാണ്. രാജ്യം ഇത്ര വലിയൊരു യുദ്ധ സാഹചര്യത്തെ നേരിടുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആണോ വലുതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് തന്നെ പറയും. ഇന്നലെ പഞ്ചാബിൻ്റെ ഡൽഹിയുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ആ ന്യൂസ് അറിഞ്ഞിട്ട് എത്ര പേര് ഇന്നലെ ക്രിക്കറ്റ് മത്സരം കണ്ടു എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എത്ര പേര് നിങ്ങൾ കണ്ടു കാണും ഇന്നലെ ക്രിക്കറ്റ് മത്സരം? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ തന്നെ ഞാനത് ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിച്ചു. ഞാൻ വാർത്ത കാണാൻ പോയി. നമ്മുടെ രാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പോയി. സോ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ക്രിക്കറ്റ് മത്സരം ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. നമ്മുടെ രാജ്യം വലിയൊരു യുദ്ധ സാഹചര്യത്തെ നേരിടുന്നു. നമ്മുടെ ജവാന്മാർ മരിച്ചു വീഴുന്നുണ്ട്. ജമ്മുവിലും കാശ്മീരിലും പഞ്ചാബിലും ഒക്കെ ബോർഡറിൽ നല്ല രീതിയിലുള്ള ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്. അവിടെ സിവിലിയൻസ് മരിക്കുന്നുണ്ട്. സോ നമ്മുടെ രാജ്യം അത്ര ഒരു സേഫ് പൊസിഷൻ അല്ല. ഇപ്പം നമ്മളെ എൻ്റർടൈൻമെൻറ്റിൽ മുഴുകേണ്ട ഒരു സമയമല്ല. ചിയേഴ്സ് ഗേളിൻ്റെ ഡാൻസ് കാണേണ്ട ഒരു സമയമല്ല. പിന്നെ രണ്ടാമത് സേഫ്റ്റി കൺസേൺ തന്നെയാണ്. ലോജിസ്റ്റിക് ഇഷ്യൂ അവിടെ ഉണ്ട്. വെന്യൂവിൽ ഉള്ള സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്. പല പല റീസൺ ഉണ്ട്. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. രാജ്യം ഇങ്ങനെ ഒരു വലിയൊരു സിറ്റുവേഷൻ നേരിടുമ്പോൾ ക്രിക്കറ്റ് മാച്ച് അല്ല വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടാമതായി പല ഫോറിൻ പ്ലേയേഴ്സും അവരുടെ രാജ്യത്തേക്ക് പോകണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ആ സ്ഥാനത്ത് നമുക്കിവിടെ കളിക്കണം, നിങ്ങളിവിടെ നിൽക്കണം എന്ന് നമുക്ക് അവരെ നിർബന്ധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് വിദേശ താരങ്ങൾ അവരിങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും നേരിട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലുള്ള പ്ലേയേഴ്സ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അധികം അവർ നേരിട്ടിട്ടില്ല. അവർക്കൊരു ഭയമുണ്ട്. അവർ അവരുടെ രാജ്യത്തിലേക്ക് പോകണമെന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ തടയാൻ പറ്റത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്കൊരു ചാർട്ടേഡ് ഫ്ലൈറ്റോ മറ്റോ ഒരുക്കി കൊടുത്ത് അവരെ അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിടുക തന്നെയാണ് ചെയ്യാനുള്ളത്. ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാ എയർപോർട്ടുകളൊന്നും ക്ലോസും ആയിട്ടില്ല. ആണെങ്കിൽ അവരെ പറഞ്ഞു വിടാൻ കഴിയും. വേണമെങ്കിൽ മത്സരങ്ങളെല്ലാം സൗത്ത് ഇന്ത്യയിലോട്ട് മാറ്റാനും കഴിയും. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ക്രിക്കറ്റ് മത്സരമല്ല ഇമ്പോർട്ടൻ്റ്. രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക, മിലിറ്ററിയുടെ കൂടെ നിൽക്കുക. എന്ത് തന്നെയായാലും ഇതൊക്കെ മാറും. ഇപ്പോഴും ആകാശം ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ. ആകാശത്തിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്ന പോലെ ഈ സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാറാനാണ് ചാൻസ്. നമ്മൾ കേട്ട ന്യൂസ് പോലെ തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം IPL തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ ചിരിക്കാനും സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് രാജ്യത്തിനൊപ്പം നിൽക്കുക,